പിസിഒഡി ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങളത് ഈ ബിഫോർ കാണുന്ന മാതിരി എപ്പോഴും കുരുവായിരുന്നു ട്ടോ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയിട്ടുള്ള എന്റെ സ്കിൻ കെയർ റുട്ടീനാണ്. ഫേസ് ഇത്രയും നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനാട്ടോ. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും വ്യത്യാസം വന്നതും സ്കിന്ന് ബ്രൈറ്റൻ ആവാനൊക്കെ. ആദ്യം അപ്പോൾ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഫേസ് വാഷിന് വേണ്ടിയിട്ട് നിലാസെറിക്സിന്റെ ന്യൂട്രിലിച്ച് ഫേസ് വാഷ് എടുത്തിരിക്കുന്നത്. ഇത് പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനും ആക്നെയുടെ മാർക്സ് ഒക്കെ നന്നായിട്ട് ഫെയ്ഡ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു ഇൻസ്റ്റന്റ് കുഞ്ഞു ബ്രൈറ്റനിങ് കൂടി കിട്ടും. അതേപോലെ തന്നെ ഹെർബൽ ആണ്. അപ്പൊ നമ്മളതൊന്ന് ഫേസ് വാഷ് ചെയ്യും. അപ്പൊ ഞാൻ 2 സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം വിറ്റമിൻ സി സിറം നിലാസെറിക്സിന്റെയും, ഒരെണ്ണം വന്നിട്ട് റിവിറ്റൻ സിറം. വിറ്റമിൻ സി സിറം ആഴ്ചയിൽ ഒരു 2 തവണയാണ് യൂസ് ചെയ്യുക. റിവിറ്റൻ സിറം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യും. കാരണം ഇത് ബ്രൈറ്റനിങ്ങിനും സ്കിൻ ടാൻ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പാടുകൾക്കും ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സിറം ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് നിലാസെറിക്സിന്റെ അണ്ടർ ഐ സിറം ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ആ ഫില്ലർ വെച്ചിട്ട് 2-3 ഡ്രോപ്പ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫിംഗർ വെച്ച് നന്നായിട്ടൊന്ന് സർക്കുലറിലായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവണ നേരം കൊണ്ട് നമ്മുടെ നിലാസെറിക്സിന്റെ ലിപ് ബാം ഇട്ട് കൊടുക്കാം. നല്ലോണം ഡാർക്ക്നെസ് ഉള്ളവർക്ക് ആദ്യം ലിപ് ലൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ലിപ് ബാം ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ സിറൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ നിലാസെറിക്സിന്റെ അലോ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇത് നമ്മൾ നെക്കിലും ഫേസിലും ഒരേപോലെ ഇട്ട് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാവിടെയും. അപ്പൊ എല്ലാവിടെയും ഈവൻ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക നെക്കിലും കൂടി. അതിനുശേഷം അതൊന്ന് മസാജ് ചെയ്ത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാനിവിടെ നിലാസെറിക്സിന്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ എടുക്കുന്ന SPF50 ആണ്. ഇത് ഹെർബൽ ആണ്, കുങ്കുമമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള, കുങ്കുമപ്പൂവാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ എല്ലാവിടെയും ഒന്ന് ഒരു ലെയർ മാതിരി നമ്മൾ സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒരു 3 മന്ത്സോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പിമ്പിൾസ്, മാർക്സിന്റെ പ്രശ്നം, നമ്മുടെ ഡൾനെസ്, സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.